സ്വർണം റോക്കറ്റ് പോലെ വെള്ളി വിലയും പറക്കുന്നു. ഈ 4 കാര്യങ്ങൾ നടന്നാൽ പവന് വില കുറയും. കൊച്ചി, കേരളത്തില് സ്വർണവില വച്ചടി കയറുകയാണ്. ഓരോ ദിവസവും പവന് വില കുതിക്കുമ്പോൾ വിവാഹങ്ങൾ നിശ്ചയിച്ച വീട്ടുകാർക്കാണ് അതി. സ്വർണം ഒഴിവാക്കി ഒരു ആഘോഷവും മലയാളിക്കില്ല. എത്ര വില കൂടിയാലും തരിമ്പ് സ്വർണമെങ്കിലും ഉണ്ടെങ്കിലേ ആഘോഷം പൂർത്തിയാകൂ എന്നാണ് മലയാളി മസസ്. സ്വർണം ഒഴിവാക്കിയുള്ള ആഘോഷങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്. ഇന്ന് കേരളത്തില് ഒരു പവന് സ്വർണത്തിന് 66,480 രൂപയാണ് വില. 160 രൂപയാണ് വർദ്ധിച്ചത്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 8,310 രൂപയായി വർദ്ധിച്ചു. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,825 രൂപയുമായി. ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് വൻകുതിപ്പാണ്. $3,052 പുതിയ വില. ഇനി സ്വർണവില കുറയാന് സാധ്യതയുണ്ടോ എന്നാണ് മിക്ക ജ്വല്ലറികളിലും ആളുകൾ അന്വേഷിക്കുന്നത്. വില കുറയണം എങ്കിൽ 4 കാര്യങ്ങൾ സംഭവിക്കണം. ഡോളര് സൂചിക 103.42 എന്ന നിരക്കിലാണ്. ഡോളര് കരുത്ത് വൻതോതിൽ വർദ്ധിപ്പിച്ചാൽ സ്വർണവില കുറയും. നേരത്തെ 110 വരെ സൂചിക ഉയർന്നിരുന്നു. മാത്രമല്ല ഇന്ത്യൻ രൂപയും കരുത്ത് കൂട്ടണം. നിലവിലെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 86.26 ആണ്. രൂപ പതിയെ ശക്തി തിരിച്ചുപിടിക്കുന്നുണ്ട്. രൂപയും ഡോളറും കരുത്ത് കൂടിയാൽ സ്വർണവില കുറയും. ആഗോള വിപണി സാഹചര്യം മെച്ചപ്പെട്ടാൽ സ്വർണവില കുറയും. യുക്രൈന്, പശ്ചിമേഷ്യ യുദ്ധങ്ങൾ അവസാനിക്കണം. നിക്ഷേപ സൗഹൃദമായ അന്തരീക്ഷം വരണം. അങ്ങനെ സംഭവിച്ചാൽ നിക്ഷേപകര് സ്വർണത്തിൽ നിന്ന് പിൻവാങ്ങി വലിയ ലാഭകരമായ നിക്ഷേപങ്ങളിൽ പണം മുടക്കും. ഇതോടെ സ്വർണത്തിന് ആളില്ലാതെ വരികയും വില കുറയുകയും ചെയ്യും. സ്വർണവില ഉയർന്ന് ഒരു പരിധിയിൽ എത്തിയാൽ ലാഭം കൊയ്യൽ നടക്കും. വൻതോതിൽ സ്വർണം വിറ്റഴിക്കാനും ലാഭമെടുക്കാനും ആരംഭിച്ചാൽ സ്വർണവില കുറയും. അപ്പോഴും ഭീതിയായി നിൽക്കുന്നത് അമേരിക്കയുടെ പുതിയ സാമ്പത്തിക വ്യാപാര നയങ്ങളാണ്. ട്രംപിന്റെ തീരുമാനങ്ങൾ അപ്രതീക്ഷിതമായതിനാൽ നാളെ വിപണിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പ്രയാസമാണ്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ വർഷം 2 തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാങ്ക് പലിശ കുറച്ചാൽ സ്വർണവില കൂടും. അതേസമയം വില കൂടി വരുന്ന സാഹചര്യത്തിൽ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലോചിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. പണിക്കൂലി, GST, ഹാൾമാർക്കിംഗ് ചാർജ് എന്നിവയെല്ലാം വിൽക്കുമ്പോൾ നഷ്ടമാകും. മാത്രമല്ല സ്വർണത്തിന്റെ വിലയിൽ 2% കുറക്കുകയും ചെയ്യും. ഒരു പവന് ആഭരണം വാങ്ങാൻ സ്വർണത്തിന് പുറമെ മേൽപ്പറഞ്ഞ ചെലവുകൾ കൂടി വരും. വിൽക്കുന്ന വേളയിൽ സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയും കിട്ടില്ല. മാർക്കറ്റ് വില കിട്ടണം എങ്കിൽ 24 കാരറ്റ് സ്വർണം വാങ്ങി സൂക്ഷിക്കണം. ആവശ്യമുള്ളപ്പോൾ വിറ്റ് പണമാക്കാം. 22 കാരറ്റ് ആഭരണങ്ങളിൽ വരുന്ന നഷ്ടം 24 കാരറ്റ് തങ്കം വിൽക്കുമ്പോൾ ഉണ്ടാകില്ല. ഇന്ന് കേരളത്തിൽ വെള്ളിയുടെ വിലയും കൂടിയിട്ടുണ്ട്. 1 ഗ്രാം വെള്ളിയ്ക്ക് 112 രൂപയാണ് പുതിയ വില.